യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് നവ്യ നായർ. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും നവ്യ നായരെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ കൂടുതലും ചോദിക്കുന്നത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ഭർത്താവ് സന്തോഷിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എല്ലാവരും ചോദിക്കുന്നത്. വളരെയേറെ നാളുകളായി തന്നെ നവ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളിൽ കാണാതായതോടെ ഇവർ വേർപിരിഞ്ഞോ എന്നാണ് സന്തോഷിനെക്കുറിച്ച് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പങ്കുവച്ചിരിക്കുന്ന പുതിയ വാർത്തയിൽ എല്ലാവരും സന്തോഷിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ നവ്യ പങ്കുവച്ചിരിക്കുന്നത്. ഇത് സന്തോഷിന് വളരെയധികം വിഷമമായിട്ടുണ്ടാകുമല്ലോ എന്നാണ് അതിലൊരു കമൻറ്റ്. സന്തോഷുമായും വളരെയധികം അടുപ്പമുള്ളൊരു വ്യക്തിയാണിതെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവ്യ ആൻറ്റി എന്നാണ് വിളിക്കുന്നതെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് നവ്യയ്ക്കും സന്തോഷിനും ഈ വ്യക്തി എന്നാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. തുളസി എന്നാണ് ഈ ആൻറ്റിയുടെ പേരായി പറയുന്നത്. തുളസി എന്ന് പറയുമ്പോൾ തന്നെ നവ്യയ്ക്ക് ഒരുപാട് എഴുതാനുണ്ടായിരുന്നു എന്ന് നവ്യ പറയുകയാണ്. തുളസി ആൻറ്റി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഒരു ചിരി വരും. ആ ചിരി മനസ്സിലൊന്നും മായാതെ കിടക്കും. ചിലർ അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഒത്തിരി സ്നേഹം തന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിച്ച് കടന്നു കളയും. അന്ന് ഞാൻ ഗുരുവായൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. പെട്ടെന്നാണ് അമ്മുക്കുട്ടിയുടെ കോൾ വരുന്നത്. അറിഞ്ഞോ അമ്മുമ്മ ഇപ്പോഴില്ല, 1 മാസം മുൻപ് മൈൽഡ് അറ്റാക്ക് വന്നു, ഹോസ്പിറ്റലിലായിരുന്നുവെന്ന്. സംസാരിക്കാനായപ്പോൾ എന്നോട് കുറേ നേരം സംസാരിച്ചതുമാണ്. മോള് വാങ്ങിത്തന്ന സാരി ഉടുത്ത് ഞാൻ പത്മനാഭസ്വാമിയുടെ അടുത്ത് പോയി. അവിടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, ന്യൂസിലൻഡിൽ നിന്ന് വരുമ്പോൾ എന്താ വേണ്ടത്? സ്നേഹം മാത്രം മതി, വേഗം എന്നെ വന്ന് കാണണം. നിനക്ക് പത്മനാഭസ്വാമി ഉടുപ്പിച്ചൊരു സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഡാൻസ് ഇതിന് തയ്പ്പിക്കണം. ഇവിടെ വിവരം പങ്കുവയ്ക്കുമ്പോൾ സ്നേഹിതൻ പറഞ്ഞത് ശരിയെന്ന് തോന്നി. എൻ്റെ അപ്പനെ പോലുള്ളവർ ജീവിച്ചിരിക്കുകയാണ്. തൻ്റെ ഗുരുവായൂരപ്പനോടൊന്ന് പറഞ്ഞേക്കും, ഹീ ഈസ് നോട്ട് ഡൂയിങ് ഹിസ് ജോബ് പ്രോപ്പർലി. തെറ്റു പറയാൻ കഴിയില്ല. വന്ന് കണ്ടു, പക്ഷെ തൊട്ടപ്പോൾ തണുത്തുറഞ്ഞിരിക്കുന്നു. എന്നെ കാണുമ്പോൾ കയ്യിൽ മുറുകെ പിടിക്കുന്ന ആ ചൂട് ഇപ്പോൾ അമ്മയുടെ ദേഹത്തില്ല. ഇളയ മകനായ മനീഷിൻ്റെ മരണത്തിനു ശേഷം എന്നും എന്നെ കൂട്ടിക്കൊണ്ടു പോകും മോനെ എന്ന് മരിച്ചുപോയ മകനെ കത്തെഴുതുകയായിരുന്നു അമ്മ. പത്മനാഭസ്വാമിയുടെ ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ പിറകിൽ എൻ്റെ മോൻ വന്ന് നിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന അമ്മ ഒടുവിൽ അച്ഛൻ്റെയും മകൻ്റെയും ഒപ്പം ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകും സ്വർഗത്തിൽ. സുഖമരണം. രാവിലെ ചെന്ന് വിളിക്കുമ്പോൾ ഉണരുന്നില്ല, സൈലന്റ് അറ്റാക്ക്. പക്ഷെ നമുക്കത്ര സുഖമല്ല. ഇന്നലെ സംസാരിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളെ രാവിലെ വിളിക്കുമ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നത് വല്ലാത്ത വേദനയാണ്. ഇത് തരണം ചെയ്യാൻ സഖാവിന്, അതായത് ദിനേശ് ഭാസ്കറിനും ലേഖ ചേച്ചിക്കും അമ്മുക്കുട്ടിക്കും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയെ ഇത്രയധികം ബഹുമാനിക്കുന്ന, അമ്മയില്ലാത്തൊരു കുടുംബയാത്രയും പോകാത്ത, അമ്മയെയും അനുജനെയും ഇത്രയും അധികം സ്നേഹിച്ച സഖാവിന് ഇത് തരണം ചെയ്യാനാകട്ടെ. നിങ്ങൾക്കാകും, കാരണം നിങ്ങളൊരു പോരാളിയാണ്. യു ആർ എ പ്രൗഡ് ആർമി മാൻ. മേജർ ദിനേശ് ഭാസ്കർ. നന്ദി, നമസ്കാരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുളസി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എഴുതിയ കുറിപ്പ് നവ്യ അവസാനിപ്പിക്കുന്നത്. വളരെ വികാരഭരിതയായിട്ടാണ് ആ കുറിപ്പിൽ കാണാൻ സാധിച്ചത്. നവ്യയുടെ എല്ലാ സങ്കടങ്ങളും നവ്യ അതിൽ എഴുതി തീർത്തു. ഒരുപാട് വിഷമങ്ങൾ നവ്യയ്ക്ക് ബാക്കിയായിരുന്നു. അതെല്ലാം പറയാതെ പറഞ്ഞു തീർക്കുകയാണ് നവ്യ ആ കുറിപ്പിൽ ചെയ്തത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.